ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ നീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിക്കുകയാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് അടുക്കളയിൽ വരും, ഇല്ലെങ്കിലോ വേഗം നീച്ചിട്ട് കണ്ണും തിരുമ്പിയിട്ട് അടുക്കളയ്ക്കാണ് വരിക അല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയോ, മിക്കവാറും എന്താ പറയുക വീട്ടമ്മമാർ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിൽ വരും കേട്ടോ. തലയിൽ എണ്ണയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ തിരുമ്പിയിട്ടൊന്ന് അടുക്കളയ്ക്ക് വരും. അപ്പോൾ പിന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വരവുള്ളത്. അപ്പോൾ എണ്ണ ശരിക്കാണെങ്കിൽ കുളിമുറിയിൽ കൊണ്ടുവച്ചാൽ മതി, പക്ഷെ അതങ്ങനെ മറക്കൂട്ടോ. ഇല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് കൊണ്ടുവച്ചാൽ മതി. എന്നാൽ പിന്നെ രാവിലെ തപ്പിപ്പിടിച്ച് വരേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാ തലേ ദിവസം അരിയും കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ കടല വെള്ളത്തിലിട്ടപ്പോഴേ കുറച്ച് വെള്ളക്കടലയും കൂടി അതിലാണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ പച്ചരി വെള്ളത്തിലിട്ടത് ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാക്കണേ ചായ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ ഒന്നും നീച്ചിട്ടില്ല, കുറച്ച് വൈകിട്ട് തന്നെയാണ് നീച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 7 മണിയൊക്കെ ആവാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മഴ പെയ്തതുകൊണ്ട് ഇന്ന് ആർക്കും വെട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അച്ഛ തകട് നീച്ചിട്ടുണ്ട് ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛ പല്ലേക്കാൻ പോയതാണ്. അപ്പോൾ പല്ലേച്ച് വരുമ്പോഴേക്കും ഇതങ്ങനെ ചായയൊക്കെ തിളപ്പിക്കട്ടെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കടലയും കൂടിയും കഴുകിയിട്ട് കടലക്കറി അടുപ്പത്ത് വെക്കുകയാണ്. അതും കൂടി കണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ കടി എന്ന് പറഞ്ഞാൽ 1-2 ആയാൽ ആദ്യം ആർക്കാ വേണ്ടത് ചുരുക്കണ കൊടുക്കാമല്ലോ. ആദ്യം ഇവിടെ ചായ കുടിക്കുക ഏട്ടൻ തന്നെയാണ് കേട്ടോ. കടി കൂട്ടി കുടിക്കുക, ചായ അച്ഛനാണ് കുടിക്കുക ആദ്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തറവാട്ടിൽ നിന്ന് അമ്മായി വന്നിരുന്നു. അപ്പോൾ അമ്മായിനോട് 1-2 വർത്താനം അവിടെ അങ്ങനെ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ അമ്മായി ഒരു കാര്യത്തിന് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ പല്ലിയേക്കുന്നുണ്ട്. പിന്നെ ഇതാകണേ ഞാൻ ആ ഒരു കടലക്കറിക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ പാലും ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെ പുറത്തേക്ക് ഒരുവിധമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു 10 പ്രാവശ്യം ഒരു ദിവസം നമുക്ക് തുറക്കേണ്ടി വരൂലേ, മറക്കൂലേ നമ്മൾ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി അത് കഴിഞ്ഞിട്ട് ആ കടലയൊക്കെ കഴുകിയിട്ടൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടൊരു കടലക്കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഒരുപാട് അരച്ചും കുറുക്കിയും വറക്കാനും പിടിക്കാനും ഒന്നും പോണില്ല, സിമ്പിളായിട്ടൊരു വെക്കലാണ് വെക്കുന്നത്. അപ്പോൾ ആ കടലയൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് അതിൻ്റെ അപ്പുറത്തെ അടുപ്പത്ത് തന്നെ പാൽ ചായക്കുള്ളതും കൂടിയും വെക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ അളന്നിട്ടാണ് വെക്കലുള്ളത് കേട്ടോ. നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടില്ലേ, ഒന്നിങ്ങനെ അളക്കും. എന്താ വെച്ചാൽ ഒരു എന്താ പറയുക ബാക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ആരും ചായ കുടിക്കൂല, പാൽ ചായ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞാനും കണ്ണനും അനുമോളും തീരെ ചായ കുടിക്കൂല. നന്ദുവിനും പിന്നെ കട്ടൻ ചായ കൊടുക്കും, അല്ലെങ്കിൽ ബൂസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ. അമ്മയ്ക്കും അച്ഛനും പിന്നെ കട്ടൻ ചായ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ, ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. അപ്പോൾ ഒരുപാട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടേ വിചാരിച്ചിട്ടൊന്ന് അളവ് എടുക്കും. അപ്പോൾ കുറച്ച് ചായ രാവിലെ ഉണ്ടാക്കും, ബാക്കി പാലവിടെ എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം വരുമ്പോഴേക്കും അപ്പളും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഏട്ടന് പാൽ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാൻ കടലക്കറി വെക്കണതേ. കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തില്ല, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു സവോള എന്താ പറയുക നന്നാക്കിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. 2-3 പച്ചമുളകും. അങ്ങനെയൊക്കെ സിമ്പിളായിട്ടാണ് വെക്കുന്നത്. ഇനി ഒരു സമയത്ത് കിഴങ്ങ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കിഴങ്ങ് ഇട്ട് കൊടുക്കണം നമ്മൾ കറിക്കൊരു കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കിഴങ്ങ് ഇട്ടിട്ടില്ലെങ്കിൽ ഇന്ന് വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ കടലക്കറിയിൽ. കിഴങ്ങ് ഇനിയിപ്പോൾ നന്നാക്കാനൊന്നും സമയമില്ല വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാകണേ പൊടികളൊന്നും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണില്ല, അതുകൊണ്ട് അടുപ്പത്ത് വെക്കുക ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായയിൽ പഞ്ചസാരയും അതുപോലെ പൊടിയൊക്കെ ഇട്ടിട്ട് അത് അച്ചയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അച്ഛ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ തീയൊക്കെ കത്തിച്ച് പിന്നെ ചോറിനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചൂടാവണ ആ സമയം കൊണ്ട് വേണം വേഗം അരിയൊക്കെ നരച്ചെടുക്കണം. അപ്പോൾ അരി അരക്കൽ കഴിഞ്ഞാൽ ആ വെള്ളം വാങ്ങിയേക്കും കേട്ടോ. അപ്പോൾ തീയണ്ട് കത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ തീ കത്തിച്ചാൽ എൻ്റെ അടുപ്പിൻ്റെ ഒരു കോലാണ് ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് അടുപ്പ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്തുന്ന ആ ഒരു സ്ഥലത്ത് പുക പോണ ആ ഒരു സ്ഥലമല്ലേ, എന്താ പറയുക ഇങ്ങനെ പുകടുപ്പിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട ബാക്കിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മുകളിലത്തെ കുഴൽ വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതിന് ഏട്ടൻ്റെ സഹായം തന്നെ വേണം. അപ്പോൾ അതിങ്ങനെ നീണ്ട് പോവുകയാണ്. അതുകൊണ്ട് അടുപ്പിന് കുറച്ച് കൊഞ്ചൽ കൂടുതലാണ് കേട്ടോ. പുക അങ്ങോട്ട് ഇങ്ങനെ വരും, കുറച്ച് സമയം വേണം തീയൊക്കെ കത്തി കിട്ടാൻ.
അപ്പോൾ അതാ തലേ ദിവസം മഴ പെയ്തിട്ടുള്ള ഒരു കോലാണ് കേട്ടോ. മുറ്റത്തൊക്കെ ആകെ എന്താ പറയുക ഇലയാണ്. അപ്പോൾ ഇനി പഠിച്ചു വരാനൊന്നും നോക്കണ്ട. എന്താ വെച്ചാൽ ആ ഒരു വെള്ളത്തിൽ ഒട്ടിയിട്ടുണ്ടെങ്കിൽ തീരെ കിട്ടൂല. അല്ലെങ്കിൽ തന്നെ അടിക്കാൻ ഭയങ്കര പണിയാണ് ഈ ചമ്മലയായിട്ട്. പിന്നെ വെള്ളത്തിൽ കിടന്നൊട്ടും കൂടി ചെയ്താൽ പറയും വേണ്ടല്ലോ. അപ്പോൾ തലേ ദിവസം ബക്കറ്റ് എടുത്തേക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ബക്കറ്റൊക്കെ ഇവിടെ എടുത്ത് കൊണ്ടുവന്ന് വെക്കലുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ. അതൊന്നും അവിടെ ഇട്ട് പോരലില്ല കേട്ടോ. പിന്നെ എന്തേ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ അടുപ്പ് സുഖമുള്ളതാണോ നല്ലതാണോ അകത്തിയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ നല്ല അടുപ്പാണ്. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാൻ വൈകിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പുക തീ പിടിപ്പിക്കുന്ന ആ സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ. മുൻഭാഗത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അത് എന്താ പറയുക, ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളെ പുകക്കുഴലൊന്ന് നല്ലോണം ക്ലീൻ ചെയ്യണം കേട്ടോ. അത് മണൽക്കിഴി ഇങ്ങനെ കിട്ടിയിട്ട് അതിലിട്ട് വലിക്കുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ എന്താ സൈഡിൽ കൂടെ ഒക്കെ നിൽക്കണ ആ ഒരു പിന്നെ കരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താഴേക്കിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് പുകയ്ക്ക് പോകാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ ബുദ്ധിമുട്ടി പോകുകൊണ്ടാണ് അതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ അടിവശത്തൊന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മോൾവശം എന്തായാലും ഏട്ടനെ കിട്ടുമ്പോൾ ഒന്ന് ചെയ്യണം. ഇപ്പോൾ ഈ പണി ഉണ്ടാവുകൊണ്ട് എന്താ വൈകുന്നേരമല്ലേ വരിക. അപ്പോൾ വൈകുന്നേരം സമയത്തൊക്കെ ആ ഒരു ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ചെയ്യാനൊരു പേടി തന്നെയാണ് കേട്ടോ. പിന്നെ പണിയില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും. അങ്ങനെ അത് മറക്കും എന്ന് പറഞ്ഞല്ലേ. കാര്യമായിട്ട് അത് ഓർമ്മ ഉണ്ടാകുക രാവിലെ മാത്രമാണ്, ഈ ഒരു തീ കത്തിക്കുന്ന സമയത്ത്. തീ കത്തി പിടിച്ചാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറക്കുകയും ചെയ്യും. അപ്പോൾ അതാക്കണം ഇനിയിപ്പോൾ അരി അരച്ചെടുക്കുകയാണ് കേട്ടോ ഓട്ടടയ്ക്കുള്ളത്. അപ്പോൾ ഓട്ടടയ്ക്ക് ഞാൻ ഒരുപാട് വീഡിയോസിൽ അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ സംശയം ഉണ്ടാവില്ലേ, ചിലർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നാവില്ല എന്ന് പറയലുണ്ട്. അപ്പോൾ എനിക്കും തന്നെ ചിലപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ചിലപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രശ്നം അതിനുണ്ടാവും. പക്ഷെ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാവും ചെയ്യണേ. ചിലപ്പോൾ അരിൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണേ. അപ്പോൾ അതാക്കണേ ഞാൻ അരിക്ക് പിന്നെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നാളികേരത്തിൻ്റെ പകുതിയും അതുപോലെ ചോറും ഇട്ടിട്ട് ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അരച്ചെടുക്കുകയാണ്. അരിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. നന്നായിട്ടുണ്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ തവണയും അതേപോലെ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നാളികേരം എല്ലാം ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ചോറും അരിയും കൂടി അരച്ചിട്ട് ലാസ്റ്റ് ഒരു മുട്ടയും കൂടി ഉണ്ട് പിന്നെ പൊട്ടിച്ചൊഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അതൊന്ന് നന്നായി കിട്ടലുണ്ട്. അപ്പോൾ ഈ ഒരു ഓട്ടടേൻ്റെ റെസിപ്പി നമ്മൾ എന്താ പറയുക മൈദയിലൊക്കെ ചെയ്യലുണ്ടെന്ന് പറയൂ കേട്ടോ. പക്ഷേ മൈദയിൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് ചെയ്യണം എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ. പക്ഷേ എങ്കിലൊരു പേടിയാണ്, അത് ഒട്ടി പിടിക്കുമോ മാവ് നാശമാവുമോ എന്നൊക്കെ ഉള്ള എന്താ പറയുക അങ്ങനെയുള്ളൊക്കെ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ പലരും പല രീതിക്കും ഓട്ടട ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും തന്നെ പല രീതിക്കും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് എന്തായാലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മുട്ട അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അവിടെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടില്ലെങ്കിൽ മുട്ട എന്താ പൊട്ടിച്ചൊഴിക്കാൻ വിചാരിച്ചു. ഇല്ലെങ്കിലോ ഇങ്ങനെ തന്നെ ചുടാൻ വിചാരിച്ചു. ചിലപ്പോൾ ഇങ്ങനെ ചുട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം നന്നാവലുണ്ട്. ചിലപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഓട്ടട എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ്. ഇനിയിപ്പോൾ അതിക്ക് കറിയൊന്നും ഇല്ലെങ്കിലും പഞ്ചസാര കൂട്ടി തിന്നാനാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ചെടിയിലൊക്കെ വെള്ളം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്നും ഇങ്ങനെ നോക്കണം. അപ്പോൾ അത് ചിലപ്പോൾ മറക്കും എന്നല്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ ആവും നോക്കല്. അപ്പോൾ അതിലൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് കറി വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ തലേ ദിവസം പച്ചക്കറി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം വെക്കാനുള്ള പച്ചക്കറിയൊക്കെ അവിടെ തന്നെ വെച്ച് പുറത്ത് തന്നെ വെച്ചിട്ടോ, ഫ്രിഡ്ജിക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഉപ്പേരിക്കും കറിക്കൊക്കെ ഉള്ള അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വേഗം അതെടുത്തോടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. അല്ലെങ്കിൽ വീതനയമ്മ ഇങ്ങനെ പെരുകാൻ തുടങ്ങും കേട്ടോ പാത്രങ്ങൾ. എത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ഫസ്റ്റൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും വീതന നിറച്ച് പാത്രം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വീതന എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഒരു കൂട്ടുകാർ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക ഈ ഒരു അടുപ്പിൻ്റെ സൈഡിനാണ് വീതന എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊക്കെ എന്താ പറയലെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലാവും പറയുണ്ടാവും. അപ്പം ഞങ്ങളിവിടെ വീതന എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പത്തിരിച്ചട്ടിയില്ലേ അതിലാണ് കേട്ടോ നമ്മൾ പിന്നെ ഓട്ടട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ചട്ടി എപ്പോഴും അധികം നമ്മൾ എടുക്കൂലല്ലോ. അപ്പോൾ അതൊരു അരിക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അധികം സ്റ്റൂളൊക്കെ ഇട്ട് കയറി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ചട്ടി ഇവിടെ അമ്മ കഴുകാൻ സമ്മതിക്കൂല കേട്ടോ. അതിങ്ങനെ തുടച്ച് വെക്കലുള്ളൂ. കഴുകിയിട്ടുണ്ടെങ്കിൽ ഓട് വെക്കണതല്ലേ, അപ്പോൾ കഴുകിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴുകാൻ അയക്കലില്ല. അപ്പോൾ ഞാൻ കഴുകലില്ല, അതിങ്ങനെ തുടച്ച് വെക്കലാണ്. അപ്പോൾ ഇത് നമ്മൾ അരച്ച മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഇനിയിപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാതെ ഈ ഒരു രീതിക്ക് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കട്ടിയൊക്കെ
പാകമാണ്. അപ്പം ഇങ്ങനെ ചുടുമ്പോൾ നമുക്ക് അറിയാലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആ ഒരു സമയത്ത് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചോറിനുള്ള ആ ഒരു വെള്ളം ഇപ്പുറത്തെ അടുപ്പിക്ക് വെച്ച് കൊടുത്തു. പിന്നെ ആ ഒരു കുഞ്ഞ് കല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഓട്ടയുടെ ചുടലൊക്കെ കഴിഞ്ഞിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 1-1.5 തവിയൊക്കെ മാവ് ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങോട്ട് ഓട്ടയോട്ട ഇങ്ങനെ വരൂലേ, ആ ഒരു വരുമ്പോഴാണ് അടച്ചു വെക്കുക കേട്ടോ. അല്ലാതെ ഒഴിച്ച ഉടനെ തന്നെ അടച്ചു വെക്കരുത്. അങ്ങനെയാവുമ്പോൾ ഇങ്ങനെ ഓട്ട വരാൻ പ്രയാസമാണ്. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ടുണ്ട് ഈ ഒരു ചട്ടി ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടാണ് ഇത് അടിയിൽ പിടിക്കണ പോലെ അങ്ങനെ തോന്നുന്നത് കേട്ടോ. കുറച്ച് പ്രയാസമുണ്ട് ഇങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3-4 അങ്ങോട്ട് ചുട്ട് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചുടൽ എന്താ പറയുക, നിർത്താനും തോന്നൂല കേട്ടോ. അങ്ങനെ നന്നായി കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. ആദ്യം ഒരു 3-4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേടുകൾ അതിനുണ്ടാവും കേട്ടോ. പിന്നെ അവസാനം ആകുമ്പോഴേക്കും അത് സൂപ്പറായി ഇങ്ങനെ വരും. അപ്പോഴേക്കും നമ്മളെ മാവും കഴിയും, നമ്മളെ ചുടണ പൂതി തീർന്നിട്ടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ലുള്ളത്. അതേപോലെ തന്നെയാണ് ഓട്ടടയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഏതായാലും ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി എടുക്കണം കേട്ടോ, നമ്മളെ കടലക്കറിക്ക് ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇവിടെ നന്നാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓട്ടടയമ്മയ്ക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം ആയി കിട്ടുന്നുണ്ട്. തീയണ്ട് കത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടി ഒരുപാട് കരിയണമൊന്നുമില്ല. ചില സമയത്ത് തീരെ ഒരു കരിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ കിട്ടും കേട്ടോ. ചിലപ്പോൾ അതിന് വേണ്ടി കുറച്ച് പശമുള്ള പച്ചരിയാണോ എന്നാൽ പിന്നെ അതിൻ്റെ അടി കരിഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഒരു പശമ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ എങ്ങനെയാവും അപ്പം ചുടുമ്പോന്ന്. അപ്പോൾ കുറേ സമയം നമ്മൾ അടുപ്പത്ത് വെക്കേണ്ടി വരും അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ ഉണ്ട് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കടലക്കറി സിമ്പിളായിട്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിലേക്കൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ അരയ്ക്കണം, തേങ്ങാപ്പാൽ എടുക്കണം, അങ്ങനത്തെ പരിപാടിയൊന്നും കാട്ടണില്ല. അപ്പോൾ ഓട്ടട ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അതേപോലെ ഇങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞും തരുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് പറഞ്ഞും തരുമുണ്ട്, കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ അമ്മ ഉച്ചത്തേക്കുള്ള കറിക്കൊക്കെ അമ്മ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ചിരങ്ങിയ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ ചിരങ്ങ എന്നാണ് പറയുക, ചിലർ ചൊരക്കാന്നോ അങ്ങനെയൊക്കെ പറയണേ ഞാൻ പല വീഡിയോസിലും കേട്ടിട്ടുണ്ട്. അത് ശരിക്കും എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ ചിരങ്ങാന്ന് പറയും, താളിക്കാനൊക്കെ എടുക്കൂലേ ആ ഒരു സാധനം ഉണ്ട്. അപ്പം അമ്മ അത് നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും നന്നാക്കി എടുക്കണം ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. ബീൻസും ക്യാരറ്റും കൂടി ഉപ്പേരി വെക്കണം. അപ്പോൾ ഇതാക്കണ കടലക്കറിയൊക്കെ എന്താ പറയുക, കടലയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ അതിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചതെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടോ നോക്കിയപ്പോൾ ഉപ്പ് തീരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് കടല ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയട്ടെ ഒന്ന് കറിയാക്കാൻ, നേരം വൈകിട്ടൊന്നുമില്ല. ഏതായാലും ഓട്ടോടയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ പിന്നെ നീക്കുമ്പോഴേക്കും ഒക്കെ ആവും കേട്ടോ. നമ്മൾ നേരം വഴുകി നീച്ചു വിചാരിച്ചിട്ട് ധൃതിയിൽ പണിയെടുക്കൊന്നും വേണ്ട. പക്ഷേ എങ്കിലൊരു ധൃതിയാണ്, അപ്പോൾ ഒരു വേജാറാണ് കേട്ടോ. അപ്പോൾ ആ വേജാറ് ഇങ്ങോട്ട് കാട്ടിയെടുത്താൽ വേഗം തീരും പറഞ്ഞില്ലേ. അപ്പോൾ അതങ്ങനെ കുറച്ച് ബീൻസൊക്കെ ഞാൻ അതിൻ്റെ 2 സൈഡും ഇങ്ങനെ കളയണ്ടേ, ഒരു നാരുണ്ടാവുമല്ലോ, അത് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് നിന്നിട്ടുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട് കറിച്ച് നേരെയാക്കിക്കോ, ഞാൻ അത് നോക്കിക്കൊണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ബീൻസ് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെക്കാലോ, ഇല്ലെങ്കിൽ ആ ഒരു ചിരങ്ങി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെക്കാലോ വിചാരിച്ചിട്ടാണ് രണ്ടാളും കൂടി നിൽക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ചോറ് തിളച്ചിട്ടുണ്ടെങ്കിൽ ആ അടുപ്പത്ത് വേഗം വെക്കണം. അപ്പോൾ അതാക്കണ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടലക്കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസുമ്മ തന്നെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതാക്കണേ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാക്കണേ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഈ ഒരു കടല വേവിച്ചിട്ടുണ്ടല്ലോ, വെള്ളത്തോട് കൂടി ഇതിലേക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കടല വേവിക്കാൻ വെച്ചപ്പോൾ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടിട്ട് വേണം പിന്നെ ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് തേങ്ങാപ്പാലൊന്നല്ല കേട്ടോ, അരിപ്പൊടി ഇല്ലേ നമ്മളെ എന്താ പറയുക നൂൽപുട്ടിൻ്റെയൊക്കെ ആ ഒരു പൊടി, അതൊരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതന്നെയാണ് ഈസി ആയിട്ടുള്ള കടലക്കറി കേട്ടോ. തേങ്ങ അരച്ചിട്ടില്ലെങ്കിലൊക്കെ നല്ല കുറുകിയ കറി തന്നെ ആയി കിട്ടും. ഇങ്ങനെ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ മൈദപ്പൊടിയോ കോൺഫ്ലവറോ എന്തെങ്കിലും ഒരു ഇത്തിരി കലക്കിയിട്ട് കുറച്ചേ പാടുള്ളൂ കേട്ടോ. ഓവറായിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയാവും, എന്താ പറയുക കഞ്ഞിവെള്ളം പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കറിയല്ലേ, വേഗം ഉണ്ട് കേട്ടോ അങ്ങനെയാകുമ്പോൾ ഉണ്ടാക്കാൻ.
അപ്പോൾ ഏട്ടൻ നീച്ചതാ പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ എടുത്തേക്കട്ടെ. അപ്പോൾ അമ്മ അതാ ചിരങ്ങയൊക്കെ ആദ്യം നന്നാക്കി. ബീൻസ് അരിയൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചിരങ്ങ അടുപ്പത്തേക്കാന്ന് പറഞ്ഞിട്ട് ഇതിന് കുറച്ച് വേവുണ്ട് തോന്നുന്നു. കുറച്ചൊരു മൂപ്പ് കൂടിയ ചിരങ്ങിയിരുന്നു കേട്ടോ. ചിരങ്ങയൊക്കെ എപ്പോഴും ഇളയതാവണം താളിക്കണമെങ്കിൽ. അപ്പോൾ അമ്മ പറയുന്നത് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചിരങ്ങയിൽ കുറച്ച് പയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചപ്പയറില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അതവിടെ കഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അമ്മ ചിരങ്ങിയൊക്കെ നന്നാക്കിയ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാരിയിട്ടിട്ട് ഏട്ടന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിട്ടോ. അപ്പോൾ ഏട്ടന് ഇതാ ചായയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്ന് ചായ കുടിക്കൂ കേട്ടോ. അപ്പോലെയാണ് ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടത് കേട്ടോ. അപ്പോല് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമാണ്. ഒരുക്ക് ചായയൊക്കെ കൊടുത്തോലെ പറഞ്ഞയച്ചാൽ ഒരു സമാധാനമാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഏട്ടൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഒരു മൺചട്ടിയിൽ തന്നെ അടുപ്പത്ത് വെച്ചു കേട്ടോ. കുക്കറിലൊക്കെ ആണെങ്കിൽ വേഗം വേവും. അപ്പോൾ അടുപ്പിൽ ഏതായാലും ഒഴിവുണ്ട് കണ്ടപ്പോൾ അവിടെ അങ്ങനെ വെച്ചു. അപ്പോൾ ഇതാക്കണ ഇതിൽ കുറച്ച് നാളികേരം അരച്ചിട്ടുണ്ട്. നാളികേരവും ചെറിയ ഉള്ളിയും കൂടി അരച്ചു. പിന്നെ ഒരു ഇത്തിരി കഞ്ഞിവെള്ളം അതിലേക്ക് കൂട്ടിയിട്ടുണ്ട്. പിന്നെ പച്ചപ്പയർ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചത്. പച്ചമുളകും കീറിയിട്ടിട്ട്, അല്ലാതെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടൂല. ലാസ്റ്റ് ഇതിക്ക് വേണമെങ്കിൽ കുറച്ച് കടുക് വറുത്തിടുകയൊക്കെ ചെയ്യുക. പക്ഷേ എങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉപ്പേരി വെക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഉപ്പേരി വെക്കാനുള്ള സാധനം അവിടത്തേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പം ഇനി മീൻ കിട്ടിയ സ്ഥിതിക്ക് മീനും കറിയും മതിയല്ലോ. അപ്പം മീൻ ഇനി എന്താ പറയുക കുറഞ്ഞൊരു വെള്ളത്തിൽ വറ്റിച്ചെടുക്കും കേട്ടോ. അല്ലാതെ ഒന്നും ചെയ്യൂല. അങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അമ്മ അവിടെ മീൻ നന്നാക്കുന്നുണ്ട്. അമ്മയ്ക്ക് തുണക്കായിട്ട് കാക്കയും പൂച്ചയും കോഴിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ആയിട്ടാണ് കറിയൊക്കെ വെന്തതിന് ശേഷമാണ് പിന്നെ ചോറ് വെക്കുന്നത്. ചോറ് എന്ന് പറഞ്ഞാൽ വേവുള്ള അരി കേട്ടോ. അപ്പോൾ വേവുള്ള അരി ഇപ്പം എങ്ങനെയൊക്കെയാണ് വെക്കലെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ. കുക്കറിൽ ആദ്യം ഒരു 3 വിസിൽ അടിച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളത്തേക്ക് ഇതെന്നാണ്ട് ഊറ്റിയിട്ട് അയക്കി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചോറ് വെക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് റൈസ് കുക്കറിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എങ്ങനെ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു അരിൻ്റെ വേവ് കൊണ്ടാണ് കേട്ടോ. ഇതിനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. മറ്റേതൊരു പാകത്തിന് വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം ആ ഒരു കുക്കറിക്കാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സമയമാകുമ്പോൾ പോയി ഒന്ന് വാർത്തച്ചാൽ മതി. ഇതിപ്പോൾ ഭയങ്കര ഒരു പണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ആദ്യം ഒന്ന് കുക്കറിൽ വെക്കണം, പിന്നെ അതിന് എടുത്തോണ്ട് മറ്റേ ചെമ്പിക്ക് വെക്കണം, പിന്നെ അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനും ആവും. പിന്നെ കുറേ സമയം പോണ മാതിരിയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, വേഗമായി കിട്ടുന്നുണ്ടല്ലോ ആ ഒരു സമാധാനം. അപ്പോൾ അതാക്കണേ നല്ലൊരു പശമ്മ പോലെയാവും കേട്ടോ. കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വഴുക്കൽ പോലെയാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഊറ്റിയെടുക്കണത് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ തോനെ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ ജസ്റ്റ് 2-3 തള തിളയ്ക്കുമ്പോൾ തന്നെ ചോറ് ഊറ്റിയെടുക്കാനാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. കുക്കറിൽ വെക്കുന്ന ചോറും സാധാരണ നമ്മൾ വെക്കുന്ന ചോറും ഒക്കെ ആയിട്ട് നല്ല മാറ്റം ഉണ്ടാവും. അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയും വീഡിയോ എടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ സമയം വൈകി പോകും കേട്ടോ. ഇന്നല്ലെങ്കിൽ തന്നെ എവിടേക്കോ നേരം വൈകിയിട്ടുണ്ട്. അപ്പം ഞാൻ പാത്രം കഴുകിയൊക്കെയാണ്. കുറച്ച് തോനെ പാത്രങ്ങളായില്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെട്ടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മേനോടാണ് വർത്താനം പറയുന്നത് കേട്ടോ. അമ്മ അവിടെ മീൻ നന്നാക്കിയിരിക്കണില്ല. ഇനിയിപ്പോൾ മീനും കൂടി ആയാൽ മതിയല്ലോ. പിന്നെ അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ അല്ലേ, അതങ്ങനെ ചെയ്യണം. ഇനി മക്കളെ സ്കൂളിലേക്ക് കൊണ്ടേക്കണം. അപ്പോൾ അനുമോള് പോയി, കണ്ണം പോയി. ഇനിയിപ്പോൾ നന്ദൂന് 10 മണിയായിട്ടേ കൊണ്ടേക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്